ഹായ് നമസ്കാരം. എൻട്രാക്കൾട്ട് എന്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ ഇൻകംപ്ലീറ്റ് ആയി പോയി, അബ്രപ്റ്റ് എൻഡ് ആയി. കാരണം ഞാൻ ഒരു 3 മണിയായിരുന്നു അത് ചെയ്യുന്ന സമയത്ത്, ജോലിയൊക്കെ കഴിഞ്ഞ് എത്തിയ സമയത്ത് നിങ്ങൾക്ക് തിങ്കളാഴ്ച ഒരു വീഡിയോ തരാമെന്ന് ഞാൻ വാക്ക് പറഞ്ഞിരുന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ പവർ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് ഇപ്പൊ ഈ ലൊക്കേഷൻ ഇതിലെ ഡേ ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് വീഡിയോ ചെയ്തത്. അപ്പോ ഇതില് സെൽഫി ആ രീതിയിലുള്ള ഇതിലൊന്നും ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ട് ചില ഇതിന്റെ പരിമിതികളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ചെയ്ത് വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ മൈക്ക് ഇടയ്ക്ക് വെച്ച് ഓഫായി പോയിരുന്നു. ഞാനത് അറിഞ്ഞിരുന്നില്ല. കാരണം അതിന്റെ ബാറ്ററി കഴിഞ്ഞിരുന്നു, ചാർജ് കഴിഞ്ഞിരുന്നു. പിന്നീട് നമുക്ക് ആ ഒരു ഓഡിയോ വരെ കിട്ടുന്ന വരെയുള്ള ഒരു ഭാഗം എടുത്തിട്ട് നിങ്ങൾക്ക് തരാന്ന് പറഞ്ഞ വാക്ക് പാലിക്കേണ്ട വെച്ചതാണ്. കമന്റുകളൊക്കെ കണ്ടിരുന്നു. അപ്പൊ അതിലൊരു കമന്റ് പറയുന്നത്, ഏത് ജാതിയിൽ ഉൾപ്പെടുത്തണം അവിടുന്ന് പറയൂ എന്ന് കണ്ടു. കളിയാക്കിയതാണോ ശരിയായ രീതിയിലാണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ എന്തായാലും ജാതി നിർണയിക്കാൻ നമ്മളാരാ? ജാതി നിർണയിക്കുക എന്ന് പറയുന്നത് അത് നമ്മൾ രാജാവോ അല്ലെങ്കിൽ വലിയ പണ്ഡിതനോ ചരിത്രകാരനോ ഒന്നും അല്ലല്ലോ. അപ്പൊ ജസ്റ്റ് ഞാൻ നായന്മാരെ കുറിച്ച് ഒരു ജനറൽ ആയിട്ടൊരു കാര്യം പറഞ്ഞ എല്ലാ മലബാറിലുള്ള എല്ലാ ജാതികളെ കുറിച്ച് പറഞ്ഞു പോകണം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് 1-2 പുസ്തകങ്ങളൊക്കെ കിട്ടിയിട്ട് വിവരം കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കാണിപ്പയ്യൂരിന്റെ ഈ പുസ്തകം എനിക്ക് തൃപ്പയാർ ക്ഷേത്രത്തിന്റെ അവിടുന്ന് അവിടെ വെക്കാൻ വേണ്ടി വെച്ചിരുന്നു, അവിടുന്ന് എടുത്തത്. അപ്പൊ ഇത് അദ്ദേഹം ഒരു പണ്ഡിതനൊക്കെ അല്ലേ, കുറച്ച് വിവരങ്ങളൊക്കെ കിട്ടും വിചാരിച്ചിട്ട് വായിച്ചു നോക്കുമ്പോൾ കംപ്ലീറ്റ് അബദ്ധജടിലങ്ങളായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ബ്രാഹ്മണരെ കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞതൊന്നല്ല. ബ്രാഹ്മണർ എന്ന് പറയുന്ന ഒരു ശ്രേഷ്ഠ സമൂഹമാണ്. കാരണം നമുക്ക് അറിവ് പകർന്നു തന്ന മഹാന്മാരാണ് അതിൽ പലരും. അപ്പൊ അതുകൊണ്ട് അതൊരിക്കലും നമ്മൾ നിരസിക്കാൻ പാടില്ല. ഇന്ന് പലപ്പോഴും ഉന്നമനത്തിലേക്ക് കൊണ്ടുവന്ന ആളുകളെ പലരുടെയും നേതാക്കന്മാരായി വന്നിട്ടുള്ളത് ഈ പറയുന്ന ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നുള്ളവരായിരുന്നു. അപ്പൊ അവരുടെ സേവനത്തെ ഒരിക്കലും നമുക്ക് വിസ്മരിക്കാനാവില്ല. അപ്പൊ ആ ബുക്കിലുള്ള കാര്യങ്ങൾ ബുക്കിനെയാണ്. അതുപോലെ കാടിപ്പയ്യൂർ ശങ്കര നമ്പൂതിരിപ്പാടിന്റെ ഈ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ വിമർശിച്ചത്. അപ്പൊ അതേപോലെ തന്നെ ഇതിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ നല്ല പ്രാഗൽഭ്യമുള്ള അല്ലെങ്കിൽ നല്ല അറിവും ചരിത്രം ചിലവർ എന്താ പറയാ അരച്ച് കലക്കി കുടിച്ച ആൾക്കാരൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് എന്തെങ്കിലും അബദ്ധജടിലമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇടാനോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ ചാനൽ ഉപയോഗിക്കുന്നില്ല. എന്തെങ്കിലും റെഫറൻസ് കിട്ടുമ്പോൾ മാത്രമേ പറയുന്നുള്ളൂ. കഴിഞ്ഞതിൽ ഞാൻ ആ വീഡിയോന്റെ തമ്പനയിൽ കൊടുത്തിരുന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരുന്നു. നാഗരല്ല ശൂദ്രരല്ല, ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഏതാണ് പെടുത്തേണ്ടത് നമ്മൾ തീരുമാനിക്കാം. ഞാൻ ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്, അതിനനുസരിച്ചിട്ട് നിങ്ങൾ തീരുമാനിച്ചോ ഏതിൽ പെടുത്തണം ഏതിൽ പെടുത്തണ്ട എന്നുള്ളത്. ഞാൻ പറയാൻ ഒരാളൊന്നുമല്ല. പിന്നെ നല്ല ഒരു വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്, അതിലാണ് കൈ വെച്ചത്. അപ്പൊ അതുകൊണ്ട് അത് തീർക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ കുറച്ച് ചുരുക്കിയിട്ട് പറഞ്ഞു തരാം. ശൂദ്രൻ അല്ലെങ്കിൽ നായര്, അതിൽ നാഗന്മാരാണോ എന്ന് പറയും. ഈ നാഗന്മാരെന്ന് പറയുന്ന വർണ്ണാസിൽ പെടില്ല. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യനും ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം വേറൊരു വിഭാഗമുണ്ട്, ക്ഷത്രിയ എന്നുള്ളത്. എന്താണ് ഈ ക്ഷത്രിയ എന്ന് പറഞ്ഞാൽ? ക്ഷാത്രിയ ക്ഷാത്ര എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. അത് റൂളർ ക്ലാസ്സിനെ ഉപയോഗിക്കുന്ന പദവുമാണ് ക്ഷാത്ര എന്ന് ഉപയോഗിക്കുന്നത് സംസ്കൃതത്തില്. അപ്പൊ ഇവര് ഒരു പ്രൊട്ടക്റ്റഡ് ക്ലാസ് ആണ്. ട്രൈബ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഇതിന് രാജ എന്നാണ് അവര്, അല്ലെങ്കിൽ രാജൻ എന്നാണ് ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ഇവരെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു പ്രീസ്റ്റും ഉണ്ടായിരുന്നു. അപ്പൊ ആ പ്രീസ്റ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ബ്രാഹ്മണനിൽ പെട്ട ഒരാളായിരിക്കാം. അപ്പൊ ഋഗ്വേദത്തിലെ പുരുഷ സൂക്തത്തിലാണ് 4 വർണ്ണങ്ങള്. അതില് ഈ വർണ്ണങ്ങൾ എന്ന് പറയുന്നത് ഈ ക്ഷത്രിയ, ബ്രാഹ്മണ, ക്ഷത്രിയ, ശൂദ്ര, വൈശ്യ, ശൂദ്ര എന്ന് പറയുന്നത് ഇത് യജ്ഞത്തിലൂടെ കൂടെ നടത്തുന്ന അല്ലെങ്കിൽ അതിലൂടെയാണ് ഇതിലേക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയും. അപ്പോ ഈ ഋഗ്വേദത്തിലെ ഈ പുരുഷ സൂക്തത്തിൽ ഒഴികെ വേറെ എവിടെയും ഈ ക്ഷത്രിയ എന്നുള്ള പദം ഉപയോഗിച്ച് കാണുന്നില്ല. അപ്പൊ ഇത് പറയുന്ന സമയത്ത് പറയുന്നത് ഞാൻ വലിയ പണ്ഡിതതൊന്നും അല്ല കേട്ടോ, അതുകൊണ്ട് തെറ്റുകളൊക്കെ സംഭവിക്കാം. എന്നാലും കിട്ടിയതിന് എനിക്ക് പല റെഫറൻസിൽ നിന്നാണ് ഞാൻ എടുത്തിട്ട് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അത് ക്ഷമിക്കുക. ഒരു ക്ഷത്രിയന് 3 ഗുണങ്ങളാണ് പറയുന്നത്. അതായത് ഗുണ, കർമ്മ, സ്വഭാവ, ഈ 3 ഉണ്ടെങ്കിലാണ് ക്ഷത്രിയനാവാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 എന്ന് പറഞ്ഞാൽ, ഒന്ന് ക്ഷത്രിയനായിട്ട് ഇരിക്കാനുള്ള യോഗ്യത, പേഴ്സണൽ കോണ്ടാക്ട്, സ്വഭാവം, വ്യക്തിപരമായിട്ടുള്ള സ്വഭാവം, പിന്നെ നേച്ചർ ആൻഡ് ടെമ്പറേച്ചർ എന്ന് പറയും. പെട്ടെന്ന് തീരുമാനം എടുക്കാനുള്ള കഴിവും, പെട്ടെന്ന് ഒരാൾ ആക്രമിക്കാൻ വരുമ്പോൾ പെട്ടെന്ന് തന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള കഴിവൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത്, വാലർസ്, കറേജ്, ഇത് 3 വരണം. പിന്നെ ഇത് ആദ്യകാലങ്ങളിൽ ഇവര് പ്രബലരായിരുന്നു. അതായത് ബ്രാഹ്മണരെക്കാരും ശക്തരായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീടാണ് ബ്രാഹ്മണര് അത് സൂപ്പർസീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓവർ റൂൾ ചെയ്യുന്നത്.
പിന്നെ ഇതില് ക്ഷത്രിയൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ചൊരു കഥ പറയുന്നുണ്ട്. അതായത് ബ്രഹ്മദേവന്റെ ശരീരത്തിൽ നിന്നുള്ള നെഗറ്റീവ് എനർജി എല്ലാം കൂടിയിട്ട് ഫോം ചെയ്തിട്ട് രാക്ഷസന്മാരായി ഉണ്ടായിരുന്നു. ഈ രാക്ഷസന്മാര് ദേവന്മാരെയൊക്കെ കീഴടക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഭീതി ഉണ്ടായ സമയത്ത് ബ്രഹ്മദേവൻ തന്നെ വിഷ്ണുവിന്റെ അല്ലെങ്കിൽ ദേവന്മാരെന്നെ വിഷ്ണുവിനെ സമീപിക്കുകയും വിഷ്ണു ബ്രഹ്മാവിനോട് ഉപദേശിച്ചിട്ട് അദ്ദേഹത്തിന്റെ പോസിറ്റീവ് എനർജി ഉപയോഗിച്ചിട്ട് ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാനും നിർദ്ദേശിക്കുകയാണത്രേ. അങ്ങനെ അദ്ദേഹം സൃഷ്ടിച്ചതാണത്രേ ഈ ക്ഷത്രിയരെ. അപ്പൊ ഈ രാക്ഷസന്മാരെയൊക്കെ പ്രതിരോധിക്കാനും ഇവരെ ദേവന്മാരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ക്ഷത്രിയ എന്നുള്ളൊരു കഥയുണ്ട്. ഇതിന് വേറെ പ്രത്യേകിച്ച് റെഫറൻസ് ഒന്നുമില്ല. ഇതൊരു കഥയാണ്, ഐതിഹ്യമാണ്. എന്തായാലും അങ്ങനെ പറയുന്നുണ്ട്. ഇനി ഒരു ഫെബ്രുവരി 2022 ഒരു പ്രബന്ധം, അതായത് ഇന്റർനാഷണൽ ജേണൽ ഓഫ് ക്രിയേറ്റീവ് തോട്ട്സ് ഒരു ഇതാണ്. അതില് ഒരു ഹെഡിങ് ഉണ്ട്, അതായത് എ ഹിസ്റ്റോറിക്കൽ അനലൈസിസ് ഓൺ ദ ഡിക്ലൈൻ ഓഫ് നായർ മിലീഷ്യ സിസ്റ്റം ഇൻ ട്രാവൻകൂർ. ഇതില് എഴുതിയത് രാജേഷ് കൃപാവനാണ്. അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതില് കിരിയത്തിലെ നായരെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഈ നായർ സബ് കാസ്റ്റിൽ വരുന്ന ക്ഷത്രിയ അല്ലെങ്കിൽ ക്ഷാത്രിയ ഇതിൽ വരുന്ന അവരുടെ ആയുധ പ്രയോഗത്തിലെ നൈപുണ്യം. അപ്പൊ ക്ഷത്രിയരായിട്ടാണ് അതിൽ എഴുതിയിരിക്കുന്നത് ഈ കിരിയത്തിലെ നായർ എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിലെ അവരുടെ ഒരു പ്രബന്ധം പബ്ലിഷ് ചെയ്തിരുന്ന അത് ആര്യനൈസേഷൻ ബ്രോട്ട് അബൌട്ട് എ കംപ്ലീറ്റ് ചേഞ്ച് ഇൻ ദയർ സോഷ്യൽ ലൈഫ് എന്ന് പറഞ്ഞിട്ടൊരു പ്രബന്ധത്തിൽ ഇതിങ്ങനെ കാണാനുണ്ട്. അപ്പോൾ ഇതിലൊക്കെ പറയുന്നത് കിരിയത്തിലെ നായർ ക്ഷത്രിയരാണ്. എന്നാൽ അവർ വേറെ ജോലികളും ചെയ്തിരുന്നു, ബിസിനസ്, ഇൻഡസ്ട്രികൾ, മെഡിസിൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇവരെ സാമന്ത ക്ഷത്രിയർ എന്ന രീതിയിലാണ് അറിയപ്പെട്ടിരുന്നത്. ഈ നമ്പൂതിരി ഇത് തന്നെയാണ് പറയുന്നത്, നമ്പൂതിരി ബ്രാഹ്മിൻസ് ആണ് ക്ഷത്രിയരായിട്ട് ഇവരെ ഉയർത്തിയിരുന്നത്, ഉയർന്ന ക്ലാസ്സായി കണക്കാക്കിയത്. അവരാണ് ഇതിനു വേണ്ട കർമ്മങ്ങൾ ചെയ്തതെന്നും പറയുന്നുണ്ട്. അപ്പോ നമ്മുടെ സാമൂതിരി ഏറാടി എന്ന് പറയുന്ന ഒരാൾ, ഏറാടി എന്താ അമ്പലവാസിപ്പെടുത്താത്ത ചോദിച്ചു, ഏറാടി അമ്പലവാസി അല്ലാന്ന് ഞാൻ പറയണത്. എനിക്ക് ഇതുവരെ ആണ് എന്നുള്ളൊരു ചരിത്രം ഇത് കിട്ടിയിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പറയൂ കേട്ടോ. പിന്നെ അതുപോലെ ഏറാടി ഗ്രൂപ്പിൽ നിന്ന് വന്നിട്ടുള്ള സാമൂതിരിമാര്, അതുപോലെ കൊരട്ടി കൈമള്, അതുപോലെ കോടശ്ശേരി കർത്താക്കൾ, ഇവര് പെരുമ്പടപ്പ് സ്വരൂപത്തിലത്തെ നായന്മാരാണ്. സ്വരൂപത്തിലെ കിരിയത്തിലെ നായന്മാരാണ്. ഇവരൊക്കെ ക്ഷത്രിയരായിട്ട് കണക്കാക്കി എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ക്ഷത്രിയരാക്കുന്നതിനുള്ള ഒരു മാനദണ്ഡം പറയുമ്പോൾ നായർ എന്ന് പറയുന്നത് ഒരു ജാതിയായിട്ട് നമ്മൾ കണക്കാക്കുന്നു. പക്ഷെ ഇത് ഏത് വർണ്ണത്തിൽ പെടുത്തു വെച്ചാൽ 4 വർണ്ണത്തിൽ ഏതിൽ ചോദിച്ചാൽ ക്ഷത്രിയത്തിലാണ് ഇതിൽ കാണുന്നത്. അപ്പൊ ഞാൻ ക്ഷത്രിയരാണ് നായർ എന്ന് ഞാൻ പറയില്ല. ഞാൻ ഇതിൽ കണ്ട കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു. അതുപോലെ ഇതിൽ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏതിൽ വേണമെങ്കിൽ പെടുത്തിക്കോ, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോ മലബാറിലെ രാജാക്കന്മാരെ എല്ലാ നായന്മാരെയും ഇതിൽ പെടുത്തിയിട്ടില്ല കേട്ടോ, അതും കൂടി പറയാം. ഇനി മലബാറിലെ രാജാക്കന്മാരടക്കം എല്ലാ നായന്മാരും പറഞ്ഞത് ഈ കേരളോൽപ്പത്തി എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിനോട് അടിസ്ഥാനമാക്കിയിട്ടാണ് പലരും എഴുതിയിരിക്കുന്നത്. എല്ലാവരും എഴുതിയിരിക്കുന്നത് നാഗന്മാരിൽ നിന്ന് വന്നതാണെന്നാണ്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കണ്ടു. ഞാനത് നിഷേധിക്കുന്നില്ല, ആക്സെപ്റ്റ് ചെയ്യുന്നുമില്ല. ഞാനതിന് എങ്ങനെ ആ സാദൃശ്യം വന്നു, എനിക്കുള്ളിൽ തോന്നിയ സംശയങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിൽ പറയുന്നത് നാഗവംശി ക്ഷത്രിയ എന്ന് പറയുന്നുണ്ട്. മറ്റാള് അത് ആ ക്ഷത്രിയരെ, അതിൽ നാഗവംശി ക്ഷത്രിയരെ കുറിച്ചിട്ട് മറ്റാള് കാണിപ്പയ്യൂര് എഴുതിയിട്ടില്ല. അത് വെറും നാഗന്മാരെന്നാണ് ഉപയോഗിച്ചത്. പക്ഷെ ഇതില് ഈ പഴയ ഈ വക പ്രബന്ധങ്ങളിലും ഇതിലൊക്കെ കാണുന്നത് നാഗവംശി ക്ഷത്രിയർ എന്നാണ് അവർ പറഞ്ഞത്. അതിൽ പറയുന്നത് നോർത്തിൽ നിന്ന് വന്നതായിരിക്കാം. അതുകൊണ്ട് തന്നെ പവർഫുൾ ദാൻ ലേറ്റർ. ഇപ്പൊ അതില് മിസ്റ്റർ രാജഗോപാൽ അതിൽ കുറിച്ചിരുന്നു ചില കാര്യങ്ങൾ. നോർത്തിലെ ചില ഭാഗങ്ങളിൽ ഇവരുടെ, അതായത് നായർ സ്ത്രീകൾ മുടി കെട്ടി വെച്ചതിനെ പോലെയുള്ള ചിത്രങ്ങളൊക്കെ കണ്ടെടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പോ ഇതൊക്കെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ കണക്ട് ചെയ്തോ. അപ്പൊ നാഗവംശി രാജവംശങ്ങളെ കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഉണ്ണി ഗോവിന്ദൻ 1994 ഈ നാഗവംശി രാജവംശങ്ങൾ ഏതൊക്കെയാണ് എന്ന് എഴുതിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഒന്ന് പറഞ്ഞുതരാം. അത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് കിൻഷിപ്പ് സിസ്റ്റംസ് ഇൻ സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ എ സ്റ്റഡി. അതിലാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഈ ബുക്കിൽ ഒന്നില് നായന്മാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാഗവംശി ക്ഷത്രിയ എന്നുള്ളതിൽ നായന്മാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരു വാക്ക് അവിടെ
നാഗവംശി, ക്ഷത്രിയ, അത് ഓർമ്മിക്കുക. അപ്പൊ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ജാർഖണ്ഡിലെ ഛോട്ടാ നാഗ്പൂർ. ഛോട്ടാ നാഗ്പൂർ എന്ന് പറയുന്ന അവിടെ ഒരു ഡൈനാസ്റ്റി ഉണ്ടായിരുന്നു. പിന്നെ മധ്യപ്രദേശിലെ പത്മാവതി, വിദിഷ, അതുപോലെ തന്നെ സെൻട്രിക, ഷിൻഡെ, സിന്ധിയ, പിന്നെ നാഗ, അതായത് മധ്യപ്രദേശിലെ പന്ന സ്റ്റേറ്റ്, ഇതൊക്കെ അവിടെയൊക്കെയുള്ള നാഗവംശി രാജവംശം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഒഡീഷയിലെ വിന്ധ്യാതപി, കളഹന്തി, ചിന്തക നാഗ ഇവിടെ ഉണ്ടായിരുന്നു. ആന്ധ്രാപ്രദേശിലെ നാഗവംശം, പിന്നെ കർണാടകയിലെ ആലുപ്പാസ്, പിന്നെ ബൺസ്, ഇങ്ങനെയുള്ള കാര്യത്തില്. പിന്നെ പ്രൊനൗൺസിയേഷനൊക്കെ ചിലപ്പോ തെറ്റുകൾ വരും കേട്ടോ. അപ്പൊ അങ്ങനെ ദയവായി ക്ഷമിക്കുക. ഞാൻ ചിലപ്പോ മലയാളം കിട്ടാതെ വരുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കുന്നത് ഇംഗ്ലീഷാണ്, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം മലയാളം അല്ല എന്റെ സബ്ജക്ട്. പിന്നെ കിരിയത്തിലെ വാക്ക് അത് കിരിയത്തിലെ എന്ന് പറഞ്ഞാൽ കിരീടം എന്ന് പറയുന്ന വാക്കിൽ നിന്ന് വന്നതാണ് എന്നാണ് ഒരാള് ഒരു എസ്സേയിൽ എഴുതി വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രൗണ്ട് നായർ, കിരീടം വെച്ച നായർ, അത് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ ഇല്ലത്ത് നായർ, സ്വരൂപത്തിൽ നായർ, ഇതൊക്കെ അതിൽ പെടുത്തിയിട്ടുണ്ട്. മലബാറിലുള്ളതാണ് അത്ര ഇല്ലത്ത് നായർ, സ്വരൂപത്തിലെ നായർ, കിരിയത്തിലെ നായർ. അപ്പൊ അതിനെയൊക്കെ ഈ ക്രൗണ്ട് എന്നുള്ള രീതിയിലാണ്, അത് രാജവംശത്തിന്റെ ഇതിൽ കൊടുത്തിരിക്കുകയാണ്. ഇനി ഒരു പ്രശസ്ത നരവംശ ശാസ്ത്രജ്ഞനുണ്ട്, ക്രിസ്റ്റഫർ ഫുള്ളർ. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, ദ ഇന്റർനാഷണൽ സ്ട്രക്ചർ ഓഫ് ദ നായർ കാസ്റ്റ്. അതില് ജേണൽ ഓഫ് ആന്ത്രോപോളജിക്കൽ റിസർച്ച്, അതില് പേജ് നമ്പർ 283 283 മുതൽക്ക് 312 വരെ ഉള്ളതില് ഇങ്ങനെ പറയുന്നുണ്ട്, ക്ഷത്രിയ, അതായത് ആൾ ക്ഷത്രിയാസ് ആർ സൂപ്പർ എമിനന്റ് നായേഴ്സ്, ദ കിറിയത്തിൽ നായേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ ക്ഷത്രിയരും നായരിലെ ഏറ്റവും ഉയർന്ന വർഗമായ, അല്ലെങ്കിൽ സൂപ്പർ എമിനന്റ് നായേഴ്സ്, അതിലെ ഏറ്റവും ഉയർന്ന ഒരു ഇതായിട്ട് കണക്കാക്കുന്ന കിരിയത്തിൽ നായർമാരാണ് എല്ലാ ക്ഷത്രിയരും. അപ്പോൾ നായർ എന്ന് പറയുന്നത് ക്ഷത്രിയരും ആയിട്ട് ബന്ധമുണ്ട്, ക്ഷത്രിയരാകാം. എല്ലാ നായന്മാരും അതിൽ വരുന്നില്ല, അതാണ് പറയുന്നത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ പണിക്കരുടെ പുസ്തകമുണ്ട്, സം ആസ്പെക്ട്സ് ഓഫ് നായർ ലൈഫ്. പിന്നെ കേരള യൂണിവേഴ്സിറ്റിയിൽ തന്നെ കുറെ എസ്സേകളുണ്ട്. പിന്നെ പണിക്കരുടെ തന്നെ വേറെയുണ്ട് പുസ്തകങ്ങൾ, അതായത് ഹിസ്റ്ററി ഓഫ് കേരള എന്നുള്ളതിലും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്കൊന്നും വല്ലാതെ പോകുന്നില്ല. ഇതാണ് ഈ കാര്യങ്ങൾ പറഞ്ഞ. ഇനി നമുക്ക് മലബാറിലെ വില്യം ലോഗൻ ഏർപ്പെടുത്തി അല്ലെങ്കിൽ മാർക്ക് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ സെൻസസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യം പറയുന്നത് നായർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഡർ എന്നാണ്. നായക്ക് എന്ന വാക്ക് വന്നതാണ് നായർ. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു 600ഓളം കുടുംബങ്ങൾ, നായർ കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. ഈ 600 കുടുംബങ്ങളുടെ പ്രധാന ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ടു ഓൾ പീപ്പിൾ ഓഫ് നാടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നാട്ടിലുള്ള എല്ലാവർക്കും സംരക്ഷണം കൊടുക്കുക. നാട് എന്ന് പറയുന്നത് അതിനെ തറകളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ, ബേസിക് ആണ്. ഈ ഓരോ തറയിലും ഓരോ 4 കുടുംബങ്ങൾ ഉണ്ടാവും. 4 കുടുംബങ്ങൾക്ക്, ഓരോ കുടുംബങ്ങൾക്കും ഒരു മൂത്ത ആള് കാരണവരായിരിക്കും. അദ്ദേഹമായിരിക്കും കുടുംബത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇങ്ങനെ 600 കുടുംബങ്ങൾക്ക് 600 കാരണവന്മാരുണ്ടാവും. അവർക്ക് 150 തറകളാണ് ഉണ്ടാവുക. ഓരോ തറയിലും 4 കുടുംബം, അങ്ങനെ മൊത്തം 150 തറകൾ. ഇതിൽ ഏറ്റവും കൂടുതൽ അന്നത്തെ കാലത്ത് രാജാക്കന്മാരുടെ ഏകാധിപത്യം പോലും ഇവർ അവസാനിപ്പിച്ചിരുന്നു. മന്ത്രിമാരെന്തെങ്കിലും തെറ്റായ തീരുമാനം എടുത്താൽ പോലും ഇവരെ അത് ബാധിക്കില്ല. ഇവരതിനെ എതിർക്കുമായിരിക്കുന്നു, ഉപദേശിക്കുമായിരിക്കുന്നു. എടുത്ത തീരുമാനം തെറ്റാണെങ്കിൽ പിൻവലിപ്പിക്കാൻ വേണ്ടി പറയുന്നു. ചിലപ്പോൾ ഇവരെന്നെ രാജാവായി എന്ന് വരാം. അപ്പോ ഇവര് സമ്മേളിച്ചിരുന്നത് പഴയ ജനാധിപത്യം പോലെ പാർലമെന്റ് ഉണ്ടായിരുന്നു, അസംബ്ലി ഉണ്ടായിരുന്നു. ഈ അസംബ്ലിയില് വരുന്ന ആൾക്കാര്, അതാണ് ഏറ്റവും വേറെ ഞാൻ പറയാം, സ്ത്രീകളടക്കം പങ്കെടുത്തിരുന്നു എന്നാണ്. അപ്പൊ അവിടെ വെച്ച് തീരുമാനങ്ങൾ എടുക്കും. എന്തൊക്കെയായിരുന്നു തീരുമാനങ്ങൾ? അതായത് ഇതിനെ പാർലമെന്റ് കൂട്ടം എന്നാണ് വിളിക്കുക. കൂട്ടത്തിനെയാണ് അസംബ്ലി എന്ന് പറയുന്നത്. യുദ്ധം, വ്യവഹാരം, വേട്ടയാടൽ, അങ്ങനെ എന്ത് കാര്യങ്ങളും ഇവർ ചർച്ച ചെയ്യും. മലബാറിൽ മാത്രമല്ല രാജാവിന്റെ അധികാരം നിയന്ത്രിച്ചിരുന്ന മറ്റുള്ള ഭാഗത്തുള്ള പെട്ടുവീട്ടിൽ പിള്ളമാരൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ചെയ്യാറുണ്ട്. പണ്ടുകാലം മുതൽക്ക് തന്നെ 18ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ നായർത്തറ ഉണ്ടായിരുന്നു. ഇപ്പോഴും നായർത്തറ എന്നുള്ള സ്ഥലത്തിന്റെ പേര് കൂടി ഉണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. അപ്പൊ നാട്ടുകൂട്ടം. അപ്പൊ ഇതുകൊണ്ട് ഈ നാട്ടുകൂട്ടം ഉള്ളത് കൊണ്ട്, ഈ നായർത്തറൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇത്രേ ഈ കോഴിക്കോട് ഭാഗത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ കച്ചവടവും മറ്റു കാര്യങ്ങളും പുരോഗതി ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കാരണം ഇവര് കുറെ പേര് സൂപ്പർവൈസേഴ്സ് ആയിട്ട്, അതുപോലെ ടാക്സ്, നികുതി പിരിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ഇവര് പോയിരുന്നു എന്നും പറയുന്നുണ്ട്. പിന്നെ
അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഒരു നായർക്ക് കുറെ സബ് ഡിവിഷൻസ് ഉണ്ട് ഒരുപാട്. നേരത്തെ പറഞ്ഞല്ലോ കിരിയത്തിലെ നായർ എന്ന് പറയുന്നത്. അപ്പൊ ഈ മറ്റു നായന്മാരും ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, പരസ്പര വ്യത്യാസം എന്ന് പറയുന്നത് ഭക്ഷണം പാചകം ചെയ്യുന്നതും കഴിക്കുന്നതിൽ വ്യത്യാസമാണ്. പരസ്പരം, അതായത് ഒരു കൂട്ടർ ഭക്ഷണം പാചകം ചെയ്ത് മറ്റൊരു കൂട്ടർ കഴിക്കാതിരിക്കുക, അങ്ങോട്ട് കൊടുക്കാതിരിക്കുക, ഇങ്ങനെയുള്ള ചെറിയ വ്യത്യാസങ്ങൾ മാത്രം ഉണ്ടായിരുന്നു. ഒരേ നിരയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുക, അങ്ങനെ അതിന്റെ ഉള്ളിൽ സബ് ഡിവിഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ടുള്ള സബ് ഡിവിഷൻസ് ആണ് ഇനി ഞാൻ വായിക്കാൻ പോകുന്നത്. അന്നത്തെ കാലത്തുണ്ടായിരുന്നത് 18 സബ് ഡിവിഷൻ ഉണ്ട്. അതിലൊന്ന് നായർ ഞാൻ പറഞ്ഞ ഏറ്റവും മുകളിൽ വരുന്നത് മേനോൻ, പിന്നെ മേനവൻ. മേനവൻ എന്ന് പറയുന്നത്, ഈ മേനോൻ അല്ലെങ്കിൽ മേനവൻ എന്ന് പറയുന്നത് മുകളിൽ നിന്നാണ്. മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർവൈസർ ആണ്, ഏറ്റവും എഴുത്തുകാര് കണക്കപ്പിള്ള. മേനോക്കി എന്ന് പറഞ്ഞൊരു പദമുണ്ട്. അതായത് മേനോക്കി എന്ന് പറയുന്നത് അതും എബവ് നോക്കി എന്നാണ്. അതായത് മേൽ നോക്കി എന്ന വാക്കാണ് മേനോക്കി എന്ന് പറയുന്നത്. അദ്ദേഹം സൂപ്പർവൈസർ തന്നെയാണ്. പിന്നെ കുറുപ്പ്, അതിന് മുമ്പ് പടനായരുണ്ട്, മൂപ്പിൽ നായരുണ്ട്. മൂപ്പിൽ നായർ എന്ന് പറയുന്നത് ചീഫാണ്. പടനായർ എന്ന് പറയുന്നത് യുദ്ധം ചെയ്യുന്ന ആളാണ്. കുറുപ്പ് കളരി, അതായത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് വ്യക്തമല്ല, പക്ഷെ ഫോർട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ കൊട്ടാരത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ള കളരിയൊക്കെ അഭ്യസിപ്പിക്കുന്ന ആളായിരിക്കും ഈ ഇദ്ദേഹം കുറുപ്പ് എന്ന് പറയുന്നത്. കൈമൾ എന്ന് പറയുന്നത് അധികാരത്തിന്റെ പവർഫുൾ ഹാൻഡ്, മുഖ്യനാണ്. കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവറാണ് കാണിക്കുന്നത്, എന്ന് പറഞ്ഞാൽ മുഖ്യൻ. പണിക്കർ എന്ന് പറയുന്നത് ഫെൻസിങ് മാസ്റ്റർ ആണ്, എന്ന് പറഞ്ഞാൽ ആയുധങ്ങൾ പരിശീലിക്കുന്ന ആൾക്കാർ. പക്ഷെ ഇതിൽ കൊടുത്തിരിക്കുന്നത് കിരീടത്തിലെ നായർ എന്നുള്ള ഹൗസ് സ്റ്റുവേർഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് രാജകൊട്ടാരങ്ങളിലൊക്കെ വലിയ അവരുടെ ഉള്ളിലത്തെ ജോലികളൊക്കെ ഇന്ന് അതിന് വളരെ അടുത്ത ആൾക്കാർ. പിന്നെ മുട്ടാർ എന്ന് പറയുന്ന മറ്റൊരു വിഭാഗമുണ്ട്, മുഖ്യൻ, അതാണ് ഒരു വിഭാഗം. പിന്നെ 11ാമത് വരുന്നതാണ് ഓർ അല്ലെങ്കിൽ ഓരേ എന്ന് പറയുന്നത് ആണ്. ബഹുമാനാർത്ഥം കൊടുക്കുന്ന ഒരു വാക്കാണ് ഓര് എന്ന് പറയുന്നത്. പിന്നെ കിടാവ് എന്ന് പറയുന്നത് ഈ രാജാവിന്റെ കുട്ടിയെ ബഹുമാനാർത്ഥം വിളിക്കുന്നതാണ്. കർത്തർ എന്ന് പറയുന്നത് ജന്മിയാണ്, പ്രഭുവാണ്. ഏറാടി, ഞാൻ പറഞ്ഞില്ല, ഏറനാട് താലൂക്കിന്റെ ആ ഭരണാധികാരികളൊക്കെ ആയിട്ടുള്ള ഏറാടിമാര്, അതിനാണല്ലോ സാമൂതിരിയൊക്കെ വന്നത്, അതാണ് ഏറാടി. അപ്പോ അവര് ഏറനാട് പ്രദേശത്തിന്റെ ഭരണാധികാരി അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട ആൾക്കാർ. നെടുങ്ങനാട് പ്രദേശത്തിനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ. വള്ളുവനാടിന്റെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ ഇവരൊന്നും അമ്പലവാസികളല്ല കേട്ടോ. പിന്നെ മണ്ണടിയാറുണ്ട്. ഈ മണ്ണടിയാർ എന്ന് പറയുന്ന ചോള രാജ്യത്ത് നിന്ന് പാലക്കാട് വന്നവരാണ്. പിന്നെ മണവാളൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ മണവാളൻ എന്ന് പറയുന്നതിന് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടുണ്ട്, വ്യക്തമല്ല. പക്ഷെ കൃഷി കൾട്ടിവേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ചെയ്തിട്ടുള്ള ആൾക്കാരാവും. ഈ നായന്മാരുടെ ഇതില് മണ്ണടിയാർ വന്നതുകൊണ്ട് മണ്ണടിയാരിൽ തന്നെ ഒരു വിഭാഗം നായരുമായിട്ട് ചേർന്നു, മറ്റൊരു വിഭാഗം അവർ കുറച്ച് വ്യത്യസ്തം യോജിക്കുന്നു. കാരണം മരുമക്കത്തായാണ് നായന്മാരുള്ളത്, ചിലവർ അവിടെ മക്കത്തായം സ്വീകരിച്ചു പോന്നു. അപ്പോ അതുകൊണ്ട് ഇതിനെ കുറിച്ചിട്ട് പറയുന്നു. ഇനി NSSന്റെ റിസർച്ചില് അവരുടെ ഇതിൽ കൊടുത്തിട്ടുള്ള ഒരു ഇതുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നായർ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. അതായത് നായേഴ്സ് അക്കാഡമി ഓഫ് ഇൻഫർമേഷനിൽ കൊടുത്തിരിക്കുന്നത് കിരിയത്തെ നായര്, ഇല്ലത്ത് നായര്, സ്വരൂപത്തിൽ നായര്, മേനോക്കി, മാരാര്, പടമംഗലൻ നായർ, ഇതൊക്കെ ഓരോരുത്തരെ കുറിച്ചിട്ട് ഇവരൊക്കെ എന്താ ചെയ്തിരുന്നതെന്നൊക്കെ അതിൽ ആ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ചെമ്പോട്ടി നായർ, എടച്ചേരി നായർ, ഓടത്ത് നായർ, വട്ടേക്കാട്ട് നായർ, ആന്തൂർ നായർ, അത്തിക്കുറിശി നായർ, വ്യാപാരി നായർ, വിളക്കിത്തല നായർ. ഇതിലെ ഈ വ്യാപാരി നായർ കച്ചവടക്കാരൻ എന്ന് പറയുന്നത് പലരും കച്ചവടം ചെയ്യാറുണ്ട്. അതുപോലെ വിളക്കിത്തല നായർ, വെളുത്തെടുത്ത് നായർ, ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഓടത്ത് നായർ എന്ന് പറയുന്നത് ബ്രോൺസ് വർക്കർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ അതായത് ചെമ്പിന്റെ പണിയൊക്കെ ചെയ്യുന്നത് നായന്മാർ മാത്രമല്ല, വേറെ ആൾക്കാരും ചെയ്തിരുന്നു കേട്ടോ. അതുപോലെ വട്ടേക്കാട്ട് നായർ എണ്ണ എടുക്കുന്ന ആളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചക്ക ആട്ടുന്ന ആൾക്കാര് നായന്മാരല്ലാത്ത ആൾക്കാരും വേറൊരു വിഭാഗമുണ്ട്. അപ്പൊ മലബാറിലെ ഈ വട്ടേക്കാട്ട് എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഈ ഇല്ലങ്ങളിലും അതുപോലെ തന്നെ ഉയർന്ന നായർ അല്ലെങ്കിൽ രാജകൊട്ടാരത്തിൽ, അല്ലെങ്കിൽ രാജകൊട്ടാരത്തിൽ പോവില്ല, ഉയർന്ന നായർ ഇതിലൊക്കെ ഈ അടിച്ചുതളിക്കാരായിട്ടുള്ള ആൾക്കാരും ഈ വട്ടേക്കാട്ട് നായന്മാരുണ്ടായിരുന്നു. പിന്നെ വെളുത്തെടുത്ത നായർ ധോബിയാണ്. വിളക്കിത്തല നായർ എന്ന് പറയുന്നത് ബാർബറാണ്. പിന്നെ ഈ സോഷ്യൽ ക്ലാസ്സിൽ ഏറ്റവും ഉയർന്നത് നേരത്തെ ഞാൻ പറഞ്ഞ കിരിയത്തിലെ നായരാണ്. പിന്നെ പന്നിക്കോടൻ നായർ, തൊട്ട് താഴെ വരുന്നതാണ് പന്നിക്കോടൻ. ശൂദ്രൻ, ചാർന്ന നായർ, രാജാവിനെ സേവിക്കുന്ന ആളാണ്. പിന്നെ ഊരാളി നായർ, തുളുനാട് നിന്ന് വന്ന ആൾക്കാരാണ്. മൂത്താൻ, ഈ മൂത്താൻ നായറിൽ പെടുവോ എന്ന് എനിക്കറിയില്ല, കാരണം ഇപ്പൊ ചിലപ്പോൾ സംഘടന നിലയ്ക്ക് ചേർത്തിയതായിരിക്കാം. ഇത് പാലക്കാട് കച്ചവടം നടത്തുന്ന ആൾക്കാരെയാണ്.
തറവർ എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് കച്ചവടക്കാരാണ്. മണ്ണടിയാർ, മണ്ണടി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ അകത്തേത്തറ നായർ, അതായത് ഉള്ളകത്ത് നായർ. പിന്നെ കടുപ്പട്ടൻ, കടുപ്പട്ടനെ കുറിച്ച് ഞാൻ വേറെ പറയുന്നുണ്ട്, എഴുത്തച്ഛൻ. പിന്നെ ചാലിയൻ, ചേല ഉണ്ടാക്കുന്നവര്. ഇനിയാണ് നേരത്തെ ഒരു കമന്റ് ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഒരു നമ്പ്യാർ ജാതി കൈമൾ ജാതി ഒന്നും ഇല്ല ടൈറ്റിലാണെന്ന് പറഞ്ഞില്ല. അപ്പൊ അതിൽ കൊടുത്തിട്ടുണ്ട്. പിള്ള എന്ന് പറയുന്നത് മഹാരാജാവിന്റെ തിരുമുഖം പിടിക്കുന്ന ആൾക്ക് മഹാരാജാവ് നൽകിയ പട്ടമാണത്ര. ചെമ്പകക്കാരന്മൻ, ചെമ്പക്കാരമ്മൻ അത് അനിഴം തിരുനാൾ മാർത്തണ്ഡവർമ്മ ഏർപ്പെടുത്തിയാണ്. തമ്പി എന്ന് പറയുന്നത് നായർ ഭാര്യയിൽ രാജാവിന് ജനിക്കുന്ന കുട്ടികളെയാണ്. ഇവർക്ക് പല്ലക്ക് യാത്ര ചെയ്യാനുള്ള ഇതുണ്ടായിരുന്നു. അതുപോലെ തന്നെ രാജാവിന്റെ മുൻപിൽ നിൽക്കാനുള്ള അവകാശവും ഉണ്ടായിരുന്നു. അതുപോലെ കർത്ത, തെക്കുംകൂറ് വടക്കൻകൂറ് രാജാക്കന്മാർ, കർത്ത എന്ന് പറയുന്നത് നമ്മൾ മലബാറിലത്തെയാണ്. അപ്പോ വടക്കൻകൂറും തെക്കുംകൂറും രാജാക്കന്മാര് പ്രഭുക്കൾക്ക് നൽകിയ പട്ടമാണ്. പിന്നെ പണിക്കരെ ഞാൻ പറഞ്ഞു വെപ്പൺ ട്രെയിനിങ് ആണ്. പിന്നെ കൈമള്, യുദ്ധതന്ത്രങ്ങൾ. പിന്നെ വേറെ കുറച്ചും കൂടി കൊടുത്തിട്ടുണ്ട്. അതാണ് ഉണ്ണിത്താൻ, വല്യത്താൻ, മേനോൻ, മേനോക്കി, ഇവരൊക്കെ പട്ടം കൊടുത്തതാണെന്ന് പറയുന്നത്. മൂപ്പിൽ നായർ, നായനാര്, അടിയോടി കുറുപ്പ്, മേനോൻ. പിന്നെ കൊച്ചിയിലെ മാരാര് നായറിലാണ് പെടുത്തിയിരിക്കുന്നത്. അതിൽ മാരാറിലെ ഒരു വിഭാഗം ഞാൻ അമ്പലവാസിയില് പഠിച്ചിട്ട് ഒരു ഇതിൽ പറഞ്ഞു, അതിന് കിട്ടിയ ഇതാണ്. അപ്പൊ ഇതിലെ കൊച്ചിയിലെ മാരാരാണ് ഈ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അകത്ത് ചാർന്നവർ, പുറത്ത് ചാർന്നവർ, നമ്പ്യാര്, കുറുപ്പ്. പിന്നെ ഈ കളരിയില് ചടങ്ങുകളൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ആ നായർ പൂജാരികളെ വിളിക്കുന്നത് അത്ര ഈ കുറുപ്പന്മാർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉണ്ണികൾ, ഗുരുക്കൾ, അടികൾ എന്നൊക്കെ പറയുന്നത് ഇതാണ്. വീഡിയോ വല്ലാതെ നീണ്ടുപോകുമോ എന്നുള്ള ഒരു ഭയമുണ്ട്, അതുകൊണ്ട് പരമാവധി ചുരുക്കിയിട്ടാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ നായന്മാരുടെ ഒരു പ്രത്യേകത നോക്കാം. അവര് അന്ന് കാലത്ത് വളരെ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടാണ് വസ്ത്രങ്ങളൊക്കെ ധരിച്ചിരുന്നത്, വളരെ വൃത്തിയായി നടന്നിരുന്നു. അപ്പൊ സ്ത്രീകളൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഒരു വെള്ളമുണ്ട്, ഒരു ഒറ്റമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, മുണ്ടും പിന്നെ മേലെ ഒരു വസ്ത്രം ധരിക്കുമായിരുന്നു. സാധാരണഗതിയിൽ പറയുന്നത് മേൽ വസ്ത്രം ഇതിൽ കൊടുത്തിരിക്കുന്ന വില്യൻ ലോകന്റെ കൊടുത്തിരിക്കുന്നത് മേൽവസ്ത്രം ധരിക്കുന്ന ആൾക്കാരെ അന്ന് കീഴ്ജാതിയായിട്ട് കണക്കാക്കിയിരുന്നു. നമ്മൾ തിരിച്ചല്ല വിചാരിക്കുക, അങ്ങനെ അതിൽ എഴുതി കണ്ടു കേട്ടോ. എനിക്കതിൽ ഒരു കോൺട്രഡിക്ഷൻ തോന്നി, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുരുഷന്മാരാണെങ്കിൽ വെളുത്ത വസ്ത്രം ധരിച്ചിരിക്കും. പിന്നെ മുകളിൽ ഒരു തോർത്തോ അല്ലെങ്കിൽ വേറെ ഒരു അഡീഷണൽ ആയിട്ട് മുണ്ട് ഇട്ടിട്ടുണ്ടാവും. ഇനി ഇവര് വലിയ കമ്മലുകൾ ഇടും സ്ത്രീകൾ. അതായത് ഇതൊരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള സ്വർണം കൊണ്ട് ഉണ്ടാക്കിയ അല്ലെങ്കിൽ സ്വർണം പൂശിയിട്ടുള്ള സിലിണ്ടറിക്കൽ മോഡലുള്ള വലിയ വലിയ കമ്മലുകളാണ്. ഈ കമ്മൽ ഇടാൻ പ്രായമാകുമ്പോഴേക്കും ഈ കാതിലെ ഈ വലിയ ദ്വാരം, ഈ ദ്വാരം ഇങ്ങനെ വലുതാക്കി കൊണ്ടുവന്നിട്ടുണ്ടാവും. എന്നിട്ടാണ് അത്ര വലുത് അവർ ഇടുന്നത്. അപ്പൊ ഇതാണ് അവരുടെ. ഇനി അവരുടെ കല്യാണങ്ങളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഇനി അപ്പോ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള കല്യാണങ്ങളാണ് നടത്തുന്നത്. അതായത് ഇവര് അതിന് മുമ്പ് സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ ഇവര് ആഭരണങ്ങൾ, സ്വർണം കൊണ്ടുള്ള നെക്ലസ്, മാലകൾ ഇവയൊക്കെ അവർ ഉപയോഗിച്ചിരിക്കും. അരഞ്ഞാണം ഉപയോഗിച്ചിരിക്കും. വിരലുകളിൽ മോതിരം ധരിച്ചിരിക്കും. പിന്നെ ചിലവർ മൂക്കിലും ആഭരണം ധരിച്ചായിരുന്നു, റിങ് പോലെയുള്ള സാധനങ്ങൾ. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ വളകള്, വളരെ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മറ്റു ആഭരണം ധരിച്ചിരിക്കും. പിന്നെ അതുപോലെ പുരുഷന്മാരും എക്സ്ട്രീംലി നീറ്റ് ആയിരിക്കും. വ്യക്തിപരമായ ശുചിത്വം പാലിച്ചിരുന്നു. സ്ത്രീകൾക്ക് ധാരാളം സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. നാട്ടുകൂട്ടങ്ങളിൽ പങ്കെടുക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. പുരുഷനാണെന്നുണ്ടെങ്കിൽ കുടുമി കെട്ടിവെക്കും. സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ കുളിച്ചതിന് ശേഷം അവര് ഈ തലമുറ സുഗന്ധം ഉള്ള എണ്ണ തേച്ച് ഇത് നീണ്ടതും അല്ലെങ്കിൽ ചുരുണ്ടതുമായിട്ടുള്ള മുടി കെട്ടി ഇടതുവശത്തായിട്ട് കുറച്ച് മുന്നിലായിട്ട്, തലയുടെ മുന്നിലായിട്ട് കെട്ടിവെക്കും. അത് അങ്ങനെയാണ്. എപ്പോഴും വളരെ വൃത്തി ഉണ്ടായിരിക്കും. നല്ല സൗന്ദര്യത്തിനൊക്കെ നല്ല പ്രാധാന്യം കൊടുത്തിരുന്നു. ഇതിന്റെ രീതി എന്ന് പറയുന്നത് കല്യാണം എങ്ങനെ നടക്കുന്നത് തന്നെയാണ്. അപ്പൊ ഈ ഋതുമതി ആകുന്നതിന് മുമ്പ് തന്നെ കുറെ കുട്ടികള് അവര് ഒരുമിച്ചിരുന്നിട്ടാണ് ഈ കല്യാണം ഉണ്ടാവുക. താലികെട്ട് ചടങ്ങ് എന്ന് പറയും. അത് ഒറ്റയ്ക്ക് ചെയ്യില്ല, കാരണം ഭയങ്കര ചെലവുള്ള ഒരു പരിപാടിയാണ്. ഇവിടെയാണ് എളംകുളവും മറ്റേ കാണിപ്പയ്യരും കൂടിയിട്ട് അതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഇത് ഏർപ്പാടാക്കിയത് നമ്പൂരിമാരാണെന്നാണ് എളംകുളം പറഞ്ഞത്. പക്ഷെ ഇദ്ദേഹം പറഞ്ഞാൽ അത് ഏർപ്പാടാക്കിയത് നമ്പൂരിമാരല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് ചെലവ്, ഇതിനെ കുറിച്ച് നേട്ടങ്ങൾ ഉണ്ടാവും, അതുകൊണ്ടായിരിക്കാം. എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അപ്പൊ ഇവര് വരിയായി ഇരിക്കുമ്പോ ഇവര് താലി കെട്ടുന്ന ആള് യഥാർത്ഥത്തിൽ ഇവരുടെ ഭർത്താവുന്ന ആളല്ല, ഈ ചെറിയ ചെറിയ കുട്ടികളായിരിക്കും. അപ്പോ അതിന് ഇളയതിനെയോ അല്ലെങ്കിൽ ഈസ്റ്റ് കോസ്റ്റ് ബ്രാഹ്മണന്മാരാരെങ്കിലും ഒരാളെയോ, അതും അല്ല എന്നുണ്ടെങ്കിൽ അവരെയൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത ഏതൊരു ബന്ധു വന്നിട്ട് താലി കെട്ടും.
ഉടനെ അവർക്ക് കുറെ സമ്മാനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതോട് കൂടിയിട്ട് പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ പാടില്ല. പിന്നെ എന്റെ ഭാര്യയായിരുന്നു, ഞാൻ കെട്ടിയതാണെന്നും പറഞ്ഞിട്ട് വരാൻ പറ്റില്ല. പിന്നെ കുട്ടികള് അവര് പ്രായപൂർത്തിയൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രമേ ആ കല്യാണം വേണ്ടൂ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അവരെന്നെ തെരഞ്ഞെടുക്കുകയാണ് അവരുടെ ഭർത്താവിനെ. അപ്പൊ തെരഞ്ഞെടുക്കുന്ന സമയത്ത് പിന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചടങ്ങേ ഉള്ളൂ. അതായത് ഒരു ക്ലോത്ത് എന്നാ പറഞ്ഞിരിക്കുന്നത്, മുണ്ട് കൊടുക്കുക അല്ലെങ്കിൽ പുടവ കൊടുക്കുക, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ അത് അവിടുത്തെ റിലേറ്റീവ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഇത് ഹാൻഡ് ഓവർ ചെയ്യും. അതോടുകൂടി അവര് വിവാഹമായി. ഇതേപോലെ തന്നെ ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി, വൈരുദ്ധ്യം ഉണ്ടായി, ഇപ്പൊ പോലത്തെ കോടതിയിൽ പോവുക, കോട്ടയിൽ പോട്ട, അങ്ങനെ പരിപാടികളൊന്നുമില്ല. ഉടനെ തന്നെ ഈ മേടിച്ച ഈ ക്ലോത്ത് സ്ത്രീ അങ്ങോട്ട് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് മാരേജ് കഴിഞ്ഞു, അല്ലെങ്കിൽ അത് അവസാനിച്ചു. അതിലത്തെ കുട്ടികളുടെ അച്ഛൻ ആരാണെന്നുള്ളത് അമ്മയാണ് പറയുക. ഒന്നിൽ കൂടുതൽ ഭർത്താക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു അത്രേ. അത് പിന്നീട് നാണക്കേട് കൊണ്ടായിരിക്കാം മറ്റുള്ള പിന്നീട് ആ രീതി ഉപേക്ഷിച്ചു എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ചിട്ട് വേറെ ഒരു ഇതിൽ പറയുന്നത്, ഈ ഭർത്താക്കന്മാർക്ക് കുട്ടികളുടെ മുകളിൽ വലിയ റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല. അപ്പൊ അതില് ഈ ഒന്നിൽ കൂടുതൽ ഇതിനെ കുറിച്ചിട്ട് പറയുന്നത് ഹാമിൽട്ടന്റെ എഡിൻബർഗ് 1727 എഴുതിയിരിക്കുകയാണ്. ന്യൂ അക്കൗണ്ട് ഓഫ് ദ ഈസ്റ്റ് ഇന്ത്യസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇവരെ തമ്മിൽ ഒരു തർക്കവും ഉണ്ടാവില്ല എന്നാ പറയുന്നത്, അതായത് ഭർത്താക്കന്മാര് തമ്മിൽ. ഇപ്പൊ ഒരാള് അവിടെ ചെല്ലുന്ന സമയത്ത് ആ വീട്ടില് മറ്റൊരാൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആയുധം, അതായത് വാളും പരിചയമൊക്കെ അല്ലെങ്കിൽ എന്താ ആയുധങ്ങൾ വെച്ചാൽ അത് ഈ വാതിലിന്റെ മുന്നിൽ വെച്ചിട്ടുണ്ടാവും അത്ര. ഒരു ആളും അത് അതിക്രമിച്ച് കയറുകയോ അത് മാറ്റിവെക്കാനോ ഉള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അച്ഛന്റെ പേര് അമ്മയാണ് തീരുമാനിക്കുക. അതിന് പേര് തീരുമാനം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമൊക്കെ അയാൾ നടത്തണം. പിന്നെ ആദ്യകാലങ്ങളിൽ ഭർത്താവ് ഇങ്ങോട്ട് വന്നിട്ടാണ് താമസിക്കുക. അതായത് നായർ കുടുംബങ്ങളില് ഭാര്യമാര്, അതായത് പെൺവീട്ടിലാണ് ഇവര് താമസിക്കുക. പക്ഷെ അവിടെ അന്തിമമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ തീരുമാനം എടുക്കുന്നതും അത് നടപ്പാക്കുന്നതും ഒക്കെ ഈ നായർ സ്ത്രീകളാണ്. അതാണ് നായർ സ്ത്രീകൾക്ക് മറ്റ് സമുദായങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇതല്ല, കുറച്ചും കൂടി വ്യക്തിത്വം, പേഴ്സണാലിറ്റി നമുക്ക് തോന്നുന്നതിന്റെ കാരണം അവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ അതേപോലെ തന്നെ 1611 എഡിഷനില്, അതായത് ജോൺസ്റ്റൺ റിലേഷൻ ഓഫ് ദ നോട്ട് ഫേമസ് കിങ്ഡം ഇൻ ദ വേൾഡ് എന്ന ഒരു പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ നായന്മാർ 7ാമത്തെ വയസ്സിൽ തന്നെ കുട്ടികൾ ആയുധ പരിശീലനം നേടും. ആ പരിശീലനം നേടുന്നതിനെ കുറിച്ചിട്ട് അദ്ദേഹം പ്രത്യേകം വേറെ എഴുതിയിട്ടുണ്ട്. അതായത് ശരീരത്തിൽ ഒരു എല്ല് പോലും ഇല്ല എന്ന് തോന്നുന്ന രീതിയിൽ എങ്ങനെ വേണമെങ്കിലും വളയ്ക്കാനും ചാടാനും മുന്നോട്ടും പുറകോട്ടും ആക്രമിക്കാനും ഒക്കെ ഉള്ള ഭയങ്കര ഇതത്ര മെയ്വഴക്കാണ് ഇവർക്ക് പരിശീലനത്തിൽ കൊടുക്കുന്നത്. ശത്രുവിനെ നൊടിയിടയിൽ കീഴടക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ചിട്ട് ഹൈദരാലി സാമുദ്രിക പടയെ ആക്രമിച്ച സമയത്ത് വലിയ വമ്പൻ സൈന്യത്തിന്റെ ഇടയിൽപ്പെട്ടുപോയ ഒരു ചെറു സംഘം നായന്മാരുടെ പടയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അവര് അതിന്റെ ഉള്ളിൽപ്പെട്ടവ ഇവരെ വളഞ്ഞപ്പോ ഇതിന് രക്ഷപ്പെട്ടു പോകുന്നത് ഭയങ്കര ഒരു സെക്കൻഡുകൾക്കുള്ളിൽ ഇവര് കത്തിക്കയറുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഹൈദരാലിക്ക് പോലും ഭയങ്കര മതിപ്പ് തോന്നിയിത്ര ആ മെയ്വഴക്കം കണ്ടിട്ട്. അങ്ങനെ ഒരാളെ പോലും കിട്ടിയില്ല എന്ന്, എല്ലാവരും വെട്ടിക്കേറി അങ്ങോട്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ അത്രയും ആയുധത്തിന്റെ പരിശീലനം നൽകിയിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ലോകണ്ടിൽ തന്നെ വേറെ ഒരു ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ട്രാവലർ ഉണ്ട്, ഷെയ്ഖ് സൈനുദ്ദീൻ. അദ്ദേഹം പറയുന്നത് ഒരു ബോസ്, അതായത് ഒരു നായരുടെ അവൻ സേവിക്കുന്ന ആരാണോ ആ യജമാനൻ കൊല്ലപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരനായ ആ രാജ്യത്തെ, അതിലെ കാരണക്കാരനായ അയാളെ തെരഞ്ഞ് ആ രാജ്യത്ത് പോയി അയാളെയും അയാളുടെ കൂട്ടരെയും വകവരുത്തിയതിനു ശേഷമേ എത്ര അവരുടെ റിവെഞ്ച് അല്ലെങ്കിൽ പ്രതികാരം അവസാനിക്കുകയുള്ളൂ എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ റിനോഡ് പറഞ്ഞിട്ടുണ്ട്, അതായത് രാജാവിന്റെ അംഗരക്ഷകരായിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് ഒരു വലിയൊരു പാത്രത്തിൽ ഉരുള വെച്ചിട്ടുണ്ടാവും. ആ ഉരുള അദ്ദേഹം കുറച്ച് കഴിച്ചതിന് ശേഷം ഓരോ പിടി ഉരുള എടുത്തിട്ട് ഈ പടയാളി ആകാൻ പോകുന്ന ആൾക്കാർക്ക് കൊടുക്കും. ഇങ്ങനെ 300-നും 400-നും ഇടയ്ക്കുള്ള പടയാളികൾ എപ്പോഴും ഉണ്ടാവും. ഇവര് രാജാവ് അഥവാ മരണപ്പെടുകയാണെങ്കിൽ തൊട്ടപ്പുറത്ത് തന്നെ ചീത കൂട്ടി അവരും മരിക്കും അത്ര. എന്ന് പറഞ്ഞാൽ രാജാവ് ജീവിച്ചിരിക്കുന്ന കാലത്തോളേ ഉള്ളൂ അവരുടെ ജീവിതം. അത്രയും കൂറായിരുന്നു അവർക്ക് എന്നാണ് പറയുന്നത്. അപ്പോ ഈ മാമാങ്കത്തില് ചാവേറുകൾ പോയിരുന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അറിയാം. അപ്പൊ അതിനെ കുറിച്ചിട്ട് ഇദ്ദേഹം പറയുന്നുണ്ട്, അതായത് ഇങ്ങനെ പോകുന്ന ഈ ചാവേറുകൾ, ഇങ്ങനെ പ്രതിജ്ഞ എടുത്ത് പോകുന്ന ചാവേറുകളെ അനുകരിച്ചിട്ടാണ് അത്ര പിന്നീട്
ബ്രിട്ടീഷുകാരുടെ ബയണറ്റിന്റെ മുന്നിലേക്ക് മാപ്പിളമാർ പാഞ്ഞു ചെന്നത് എന്നും അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ ഞാനിനി കൂടുതലായിട്ട് ഇത് വിവരിച്ച് നീട്ടുന്നില്ല. ഇനി നമുക്ക് വേറെ വിഭാഗങ്ങളൊക്കെ ഉണ്ട്. ഇനി കണിശൻ എന്ന് പറയുന്ന വേറൊരു വിഭാഗമുണ്ട്, കണിയാൻ എന്നൊക്കെ പറയുന്നില്ലേ. അത് കഴിഞ്ഞ് നമുക്ക് തീയ അല്ലെങ്കിൽ ഈഴവ എന്നുള്ളതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ തെറ്റുകുറ്റങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, അതൊക്കെ ക്ഷമിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക. അപ്പൊ പുതുതായിട്ട് വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് കമന്റായിട്ട് രേഖപ്പെടുത്തുക.